മഴതോരും മുംബൈയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ രേവതിക്കുട്ടീൻ്റെയും മാമച്ചൻ്റെയും വീടാണ് കാണിക്കുന്നത് കേട്ടോ. രേവതി ചായയുമായി വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് എടി, ഇന്നലെ ഒരു 11 മണിയായപ്പോൾ മനുശങ്കർ വിളിച്ചിരുന്നു. ആൻറ്റിയെയോ? അല്ല, പിന്നെ നിൻ്റെ മൊബൈലിൽ നിന്ന് എന്നെ വിളിക്കുമോ? അലീന ഇങ്ങോട്ട് വന്നോ എന്നാണ് ചോദിച്ചത്. അതെന്താ അങ്ങനെ ചോദിച്ചത്? അലീന ചേച്ചി വരുന്നില്ല, കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പം പറയുന്നത് രേവതി അങ്ങനെ മുത്തശ്ശിയെ വിളിക്കുവാണ് കേട്ടോ. എന്നാൽ ആ ഫോണിൽ നിന്ന് ഞാൻ മുത്തശ്ശി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഫോണിൽ കൂടെ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി അലീന ചേച്ചി അവിടെ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. സൗദാമിനിയാണോ? സൗദാമിനിയാണ്. അപ്പം പറയുന്നത് അലീന ചേച്ചി അവിടെ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നത് അയ്യോ, അത് ഇവിടുന്ന് അങ്ങോട്ട് വന്നല്ലോ, എന്താ അവിടെ എത്തിയില്ലയോ എന്ന് ചോദിക്കും. ഇല്ല, ഇവിടെ എത്തിയിട്ടില്ലല്ലോ. എന്താ അവിടെ നിന്ന് വന്ന? സത്യം പറ മുത്തശ്ശി, നിങ്ങളെല്ലാവരും കൂടി ആ പാവത്തിനെ തല്ലി ഓടിച്ചിറക്കി വിട്ടതാണോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറയുന്നു, അതൊന്നും എനിക്കറിയില്ല, ഇവിടുന്ന് പോകുന്നു, അത്രേ എനിക്കറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ധൃതിയിൽ അങ്ങ് ഫോൺ അങ്ങ് താഴെ വയ്ക്കും. അന്നേരം പറയും, അയ്യോ ഈ ഹലോ മുത്തശ്ശി എന്ന് വിളിക്കും. പറയും, ഈ മുത്തശ്ശി പെട്ടെന്ന് കട്ടാക്കിയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആൻറ്റി ആ ഫോണിൽ നിന്ന് മനുവേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനുവേട്ടനെ വിളിക്കും. അന്നേരം പറയും, എടി നീ ഇങ്ങനെ പിടയ്ക്കാതെ നമുക്ക് അന്വേഷിക്കാം എന്ന് മാമച്ചൻ പറയുന്നത്. എവിടെ അന്വേഷിക്കാനായി? എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ പോയി ചേച്ചീനെ അന്വേഷിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലയിലും കൈ വെച്ചുകൊണ്ട് നമ്മുടെ രേവതി ഇരിക്കുകയാണ്. രേവതിക്ക് അതോർത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് മനുവിനെയാണ് കേട്ടോ. മനു വഴി തെറ്റിപ്പോവും. അങ്ങനെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്കിളെ, എനിക്ക് വഴി തെറ്റി, എടാ ഞാനൊന്നും കൂടി ലൊക്കേഷൻ അയക്കാം എന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൃഷ്ണയും അലീനയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അലീന ചേച്ചിക്ക് ചെരുപ്പില്ല, ആ ചെരുപ്പില്ലാതെയാണോ കുഞ്ഞാവ ഇത്രയും നേരം നടന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇന്നലത്തെ ആ ഉന്തും തള്ളിൻ്റെ ഇടയിൽ ചെരുപ്പ് എവിടെയോ മിസ്സായിപ്പോയി എന്ന് അലീന പറയുന്നുണ്ട്. മനു, നീ ലേഡീസിൻ്റെ ഒരു ചെരുപ്പും കൂടി മേടിക്കുക, സൈസ് 6 ആണെന്ന്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, പിന്നെ 2 കാലുണ്ട്, 2 ചെരുപ്പ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി അവിടെ കിടന്ന് അലറിക്കിടന്ന് വിളിക്കുകയാണ്. അപ്പം വൈജയന്തി അങ്ങോട്ട് ചെന്നിട്ട്, എന്തിന് നിങ്ങളിങ്ങനെ കിടന്ന് അലറുന്നത്? മനുഷ്യൻ ഇവിടെ നീറി ഇരിക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയും, നീ എന്തിനാടി നീറുന്നത്? നിനക്ക് നീറാൻ എന്താ പ്രശ്നം? എടി അവിടെ നിൽക്കുക, ബാലേന്ദ്രൻ്റെ വിവരം വല്ലതും അറിഞ്ഞോ? രേവതി വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത്. അവിടെ ഇല്ലയോ? ഇവളിനി എവിടെ പോയോ? എൻ്റെ ദൈവമേ, ബാലേന്ദ്രൻ്റെ കൂടെ കാണോ ഇനി ഉണ്ടോ എന്നും പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിട്ട് വൈജയന്തി വേഗം തന്നെ രാജീവിനെ വിളിക്കുകയാണ് കേട്ടോ. അവിടെ ഇല്ല, എന്ത് ചെയ്യും? വല്ല റിസോർട്ടിലെങ്ങാണോ ആണോ ഇനി എല്ലാവരും കൂടിയോ ചെയ്തതെല്ലാം വെള്ളത്തിലായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലടി, നീ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് വൈജയന്തി ആകെപ്പാട് വിഷമിച്ച് തലയിലും കൈവച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് നമ്മൾ അടുത്തത് കാണിക്കുന്നത് മനു റിസോർട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഓടിപ്പോയി കൃഷ്ണമോളാണ് കൈ കൊടുക്കുന്നത്. നമ്മൾ പറയാം, എന്താണ് നിനക്ക് സ്കൂളിൽ പോകുന്നില്ല? സ്കൂളിൽ പോകണം. അപ്പം ചോദിക്കുന്നുണ്ട്, ഇന്നലെ വരെ നീ അലീനെ വീട്ടിൽ നിന്ന് പുറത്താക്കണേ എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇപ്പോൾ ഇവരുടെ കൂടെ താമസിക്കുന്നതെന്ന് പറയാം. ഇന്നലെ പോലെ അല്ലല്ലോ ഇന്ന് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീനെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ചെരുപ്പ് എടുത്ത് അങ്ങോട്ട് നീട്ടിയപ്പോഴത്തേക്ക് മനുയോട് താങ്ക്സ് പറയാം. എന്തിനാണ് താങ്ക്സ് പറയുന്നത്? ഞാൻ നിൻ്റെ ബോഡി ഗാർഡ് അല്ലേ? അന്നേരം പറയാം, അത് ഇപ്പോൾ സാറിൻ്റെ കെയറോപ്പിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെന്ന് പറയാം. അതെന്താടി അങ്ങനെ പറഞ്ഞത്? എന്നെ ഇന്നലെ പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, മനുവേട്ടനെ ഞാൻ കുറ്റം പറയുകയല്ല, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു മനുവേട്ടൻ എന്നെ തിരക്കി വരുന്നു, പക്ഷേ മനുവേട്ടൻ വന്നില്ല എന്ന് പറയും. അന്നേരം പറയാം, അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ നിന്നോട് പിന്നെ പറയാം, അതിപ്പം എന്തായാലും പറയുന്നില്ല എന്ന് പറയും. അപ്പം എന്തായാലും അവരെല്ലാവരും ഓരോന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളും മനുവിനെയും അലീനെയും വിളിച്ചുകൊണ്ട് ഓടി പോകുന്ന ഒരു രംഗമാണ്. അത് നോക്കിക്കൊണ്ട് സന്തോഷമായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ നിൽക്കുകയാണ്. ഒരുപാട് നാളത്തെ ഒത്തിരി വിഷമങ്ങളുടെ ഇടയിലും പെട്ടെന്നൊരു സന്തോഷവും ഒക്കെ ആയിട്ട് ബാലചന്ദ്രൻ ആ കാഴ്ചയിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമായിട്ടാണ് അത് കഴിയുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹരിശങ്കറിനെയാണ് കേട്ടോ. ഹരിശങ്കർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുവിനെ കണ്ടപ്പോഴത്തേക്ക് വേഗം അതങ്ങ് നിർത്തി. അപ്പോൾ മനു പെതൊക്കെ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒന്നും മിണ്ടാതെ കണ്ട് വന്നിട്ട് ഹരിശങ്കറിനെ ഒന്ന് തൊഴുതപ്പം ഇത് കളിയാക്കിയതാണെന്ന് എന്തായാലും മനസ്സിലായി. അപ്പം പറയുന്നു, അയ്യോ മനുവേട്ടൻ ഇവിടെ ഇല്ലായിരുന്നോ? പിന്നെ കൊച്ചച്ഛൻ തിരക്കുന്നുണ്ടായിരുന്നോ എന്ന് പറയും കേട്ടോ. അങ്ങനെ മനു ഹാളിലോട്ട് വയ്ക്കുമ്പോൾ, അവിടെ നിൽക്കടാ, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പം ആ കൂട്ടത്തിലേക്ക് രാജീവനും വരുന്നുണ്ട്. ഞാൻ എവിടെ ആയാലും ഇപ്പോൾ എന്താ കുഴപ്പം? ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നില്ല. അത് രാജീവൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അതെ കിട്ടി, ഒരു റിസോർട്ടിലുണ്ടെന്ന് പറയും. അവിടെ വേറെ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പം പറയും, അത് അലീനയും ഉണ്ട്, അതുപോലെ തന്നെ കൃഷ്ണമോളും ഉണ്ടെന്ന് പറയും. അന്നേരം പറയും, ഏത് റിസോർട്ട് എന്ന് പറയും. അന്നേരം പറയും, എന്താ ഇപ്പോൾ അറിഞ്ഞിട്ട്? റിസോർട്ടിൻ്റെ പേരൊന്നും നമ്മുടെ മനു പറയുന്നില്ല കേട്ടോ ബാലചന്ദ്രൻ്റെ അടുത്ത്. അന്നേരം പറയും,
ഇതാ പോയി തല്ലണോ എന്ന് മനു ചോദിക്കും. ആ തല്ലണം, എത്ര നാൾ അവൻ റിസോർട്ടിൽ നിൽക്കും, ഇവന് നാണമില്ലേ എന്ന് കമല ചോദിക്കും. എല്ലാവരും ആരെങ്കിലും ജോലിക്കാരിയെ വെച്ച് റിസോർട്ടിൽ ഇങ്ങനെ താമസിക്കുമോ എന്ന് ചോദിക്കുമ്പം പറയാം, ജോലിക്കാരിയോ? അപ്പം കൃഷ്ണമോളെ എന്താ നിങ്ങളുടെ കണ്ണിൽ കണ്ടില്ലേ? കൃഷ്ണമോളും അവരുടെ കൂടെ ഉണ്ട്. ഒന്നും അറിയാമേത്ത പൊട്ടിപ്പെണ്ണൊന്നും അല്ല കൃഷ്ണമോൾ, അത്രയും വളർന്നതാണെന്ന് പറയും. അങ്കിൾ അവിടെ ചെന്നാൽ വിവരം അറിയും. പിന്നെ സിംഗപ്പൂർ യാത്രയൊന്നും അങ്കിളിന് പിന്നെ നടക്കത്തില്ല. പിന്നെ അത് സാധാ റിസോർട്ടൊന്നും അല്ല, ഒന്ന് ചെന്ന് നോക്കെന്ന് പറയും. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അലീനയും ബാലചന്ദ്രനെയും എനിക്ക് നന്നായി അറിയാം. അവർക്ക് തമ്മിൽ പരസ്പരം അവരാരൊക്കെയാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. ആ മനുഷ്യൻ സ്വന്തം വീട്ടിലേക്ക് തന്നെ വരും. ഒരുപാട് നാളൊന്നും റിസോർട്ടിൽ താമസിക്കത്തില്ല. അലീന അല്ല അവിടുത്തെ പ്രശ്നം. അത് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. അലീന അല്ല അവിടുത്തെ പ്രശ്നം. ആൻറ്റിയും അങ്കിളും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്നും അതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ദേഷിച്ചിട്ട് നമ്മുടെ മനു അവിടുന്ന് പോകുന്ന രംഗമാണ് കാണിക്കുന്നത് കേട്ടോ. അവിടെ വെച്ചാണ് തീരുന്നത്. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം വീണ്ടും നാളെ വരാം.